എല്ലാവർക്കും നമസ്കാരം. കൊല്ലവർഷം 1200 ചിങ്ങമാസം മുതൽ കർക്കടക മാസം വരെയുള്ള പുണർദം നക്ഷത്രത്തിൻ്റെ പുതുവത്സര ഫലങ്ങളാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. ചിങ്ങം കന്നി മാസങ്ങളിലെ ഫലങ്ങൾ. മറ്റുള്ളവരെ സഹായിച്ച് സ്വന്തം സ്ഥാപനത്തിന് ഇളക്കം തട്ടാതെ നോക്കണം. ഗൃഹം സ്വന്തമാക്കുന്നതിനുള്ള യോഗമുണ്ട്. മുൻകോപവും പിടിവാശിയും മൂലം മറ്റുള്ളവരുടെ അതൃപ്തിക്ക് പാത്രമാകേണ്ടി വരും. കുടുംബത്തിൽ സുഖവും സംതൃപ്തിയും നിലനിർത്താൻ ശ്രമിക്കും. അലസത മൂലം ചെയ്തു തീർക്കേണ്ട പല കാര്യങ്ങളിലും മുടക്കം സംഭവിക്കും. കടം കൊടുത്തിരിക്കുന്ന പണം തിരികെ ലഭിക്കും. വാഹനങ്ങളുടെയോ വസ്തുക്കളുടെയോ കൈമാറ്റത്തിൽ നിന്നും ധനലാഭമുണ്ടാകും. ബന്ധുജനങ്ങളുടെ ഭാഗത്തു നിന്നും പ്രതീക്ഷിച്ചത്ര സഹായം ലഭിക്കുന്നതല്ല. കൂട്ടു ബിസിനസ്സിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. തറവാട്ട് സ്വത്തിനെ സംബന്ധിച്ച് നിലവിലുണ്ടായിരുന്ന തർക്കങ്ങൾ അനുകൂലമായി പരിഹരിക്കപ്പെടും. ഉദാസീനത ഒഴിവാക്കിയില്ലെങ്കിൽ അപ്രതീക്ഷിതമായി ധനനഷ്ടം ഉണ്ടാകുവാനിടയുണ്ട്. തുലാം വൃശ്ചികം മാസങ്ങളിലെ ഫലങ്ങൾ. ഈശ്വര അനുഗ്രഹം കൂടുതലായി കാണുന്നു. ജീവിത പങ്കാളിയിൽ നിന്ന് അകമഴിഞ്ഞ സ്നേഹം ലഭിക്കും. കലാരംഗത്ത് തനതായ സംഭാവനകൾ നൽകും. മേലുദ്യോഗസ്ഥൻ്റെ പ്രശംസ നേടുന്നതാണ്. ബന്ധുജനങ്ങളുടെ പെരുമാറ്റം മനസ്സ് അസ്വസ്ഥമാക്കും. ക്രയവിക്രയങ്ങളിൽ വിജയം പ്രതീക്ഷിക്കാം. പരുഷമായ സംഭാഷണങ്ങൾ മൂലം ഉത്തമ സുഹൃത്തുക്കളിൽ പലരെയും നഷ്ടപ്പെടും. സന്താനങ്ങളെയും ഭാര്യയെയും പിരിഞ്ഞു നിൽക്കേണ്ടി വരുന്നതാണ്. കടബാധ്യതകളിൽ ചെന്നു ചാടുവാനിടയുണ്ട്. വിശ്രമമില്ലാത്ത ജീവിതം നയിക്കേണ്ടതായി വരുന്നതാണ്. ഭൂമി സംബന്ധമായ ഇടപാടുകൾക്ക് കാലം അനുകൂലമാണ്. എതിർപ്പുകളെ നേരിട്ട് പരാജയപ്പെടുത്താൻ കഴിയും. ഉന്നത വ്യക്തികളുടെ സഹായം ലഭിക്കും. സുഹൃത്തുക്കളുമായി അഭിപ്രായ വ്യത്യാസം ഉയർന്നു വന്നേക്കാം. ഒന്നിലധികം തൊഴിലുകൾ ഒരേ സമയം ഏറ്റെടുക്കും. എല്ലാം തുറന്നു പറയുന്നത് മൂലം പലരുടെയും അപ്രീതി സമ്പാദിക്കുന്നതാണ്. കാർഷിക മേഖലയിൽ പ്രതീക്ഷിച്ച ലാഭമുണ്ടാവുകയില്ല. വിദേശ ജോലിക്ക് യോഗം കാണുന്നു. ധനു മകരം മാസങ്ങളിലെ ഫലങ്ങൾ. തൊഴിൽ രംഗത്തുള്ള പാളിച്ചകൾ മാറിക്കിട്ടും. ശത്രുദോഷത്തിനുള്ള പരിഹാര കർമ്മം ചെയ്യും. അഷ്ടമത്തിലെ ശനിയുടെ ശല്യം മൂലം രോഗകാര്യങ്ങളിൽ ചെറിയ ഉത്കണ്ഠയ്ക്ക് സാധ്യത കാണുന്നു. ഭാഗ്യാധിപനായ സൂര്യൻ കർമ്മരംഗത്ത് നിപുണയോഗം ചെയ്തു നിൽക്കുന്നതിനാൽ നഷ്ടപ്പെട്ട അവസരങ്ങൾ തിരികെ ലഭിക്കും. ദൃഷ്ടി പദത്തിൽ ഉള്ളതെല്ലാം ശരിയാണെന്നുള്ള മിഥ്യാധാരണ ഒഴിവാക്കണം. മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാകുന്നതാണ്. വിദ്യാഭ്യാസ രംഗത്ത് അനുകൂലമായ മാറ്റങ്ങൾ കാണുന്നു. സുഖഭോഗ വസ്തുക്കൾക്കു വേണ്ടി പണം ചെലവഴിക്കും. സന്താനങ്ങളുടെ കാര്യത്തിൽ മനസ്സ് വേദനിക്കും. ഭവന നിർമ്മാണ കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തുന്നതാണ്. തൊഴിൽ രംഗത്ത് അനുകൂലമായ മാറ്റങ്ങളുണ്ടാകും. മുൻകോപവും ക്ഷമയില്ലായ്മയും ദോഷം ചെയ്യും. ജീവിത പങ്കാളിയുടെ ഭാഗത്തു നിന്നും വേണ്ടത്ര സഹകരണങ്ങൾ ലഭിക്കാത്തതുമൂലം കുടുംബ ബന്ധങ്ങളിൽ ചില വിള്ളലുകൾ ഉണ്ടാകുന്നതാണ്. കുംഭം മീനം മാസങ്ങളിലെ ഫലങ്ങൾ. ഈശ്വര ചിന്ത വർദ്ധിക്കും. സ്ഥിര വരുമാന മാർഗം കണ്ടെത്തും. ധനരംഗത്തുള്ള ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടും. പൊതുരംഗത്ത് വൻ നേട്ടത്തിനുള്ള ഇട കാണുന്നു. ഗൃഹസംബന്ധമായ കാര്യങ്ങളിൽ ഒറ്റപ്പെടുത്തലുകൾ ഉണ്ടാകുവാനിടയുണ്ട്. യാത്രാവേളകൾ വളരെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. വ്യവഹാരങ്ങളിൽ വിജയം പ്രതീക്ഷിക്കാം. വരവ് ചെലവ് കണക്കുകൾ പൊരുത്തപ്പെട്ടു പോകുവാൻ നന്നേ ബുദ്ധിമുട്ടും. എന്നാൽ സഹപ്രവർത്തകരുടെ സഹായം മൂലം സാമ്പത്തിക വിഷമത മാറിക്കിട്ടുന്നതാണ്. സ്വന്തം വീട് മാറി താമസിക്കേണ്ടതായി വന്നേക്കാം. ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റം ലഭിക്കും. യാത്രാവേളകളിൽ ധനനഷ്ടത്തിനിട കാണുന്നു. വരുമാനത്തിൽ നല്ലൊരു ശതമാനം കടം വീട്ടാൻ ശ്രമിക്കും. മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെട്ട് ദുഷ്പേര് സമ്പാദിക്കും. കൂടെ നിൽക്കുന്നവർ സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്കു വേണ്ടി തള്ളിപ്പറയും. മേടം ഇടവം മാസങ്ങളിലെ ഫലങ്ങൾ. ജീവിത പങ്കാളിയുമായി അഭിപ്രായ വ്യത്യാസത്തിനിടയുണ്ട്. സഹോദരങ്ങൾ മോശമായി പ്രവർത്തിക്കും. പ്രതികൂല സാഹചര്യങ്ങളെ തരണം ചെയ്യും.
എല്ലാം തുറന്നു പറയുന്നത് മൂലം മറ്റുള്ളവരുടെ അപ്രീതി സമ്പാദിക്കും. കുടുംബ സ്വത്തുക്കൾക്കു വേണ്ടി തർക്കമുണ്ടാകും. ആയുർദോഷം കാണുന്നതുകൊണ്ട് ശിവപ്രീതി സമ്പാദിക്കണം. അധ്യാപകർക്ക് കാലം അനുകൂലമായി കാണുന്നു. അയൽവാസികളുമായുള്ള ബന്ധം തകരാറിലാകുവാനിടയുണ്ട്. ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ഉണ്ടാകണം. വ്യവസായികൾക്ക് കാലം അനുകൂലമല്ല. മറ്റ് സ്ത്രീകളുമായുള്ള അടുപ്പം കലഹത്തിന് വഴിതെളിക്കും. കോടതി കേസുകളിൽ അനുകൂല വിധിയുണ്ടാകും. വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ട സാഹചര്യം കാണുന്നു. അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കും. സത്യസന്ധമായ പ്രവർത്തനങ്ങൾ ലക്ഷ്യപ്രാപ്തി നേടും. ഉറ്റവർ ചതിയിൽപ്പെടുത്തുവാൻ ഇടയുണ്ട്. ക്രയവിക്രയങ്ങളിൽ വിജയമുണ്ടാകും. മിഥുനം, കർക്കടകം മാസങ്ങളിലെ ഫലങ്ങൾ. ധനലാഭം, കാര്യസിദ്ധി എന്നിവ അനുഭവപ്പെടും. ഭാര്യയുടെ വക സ്വത്തുക്കൾ കൈവശം വന്നു ചേരുന്നതാണ്. സഹോദരങ്ങളുടെ നീരസമായ പെരുമാറ്റം മനോവിഷമമുണ്ടാക്കും. 2, 3, 9, 14, 19, 26, 28 തീയതികൾ ശുഭസൂചകമായി കാണുന്നു. മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാകുന്നതാണ്. സന്താനങ്ങൾ മൂലം മനസന്തോഷം കൂടും. നാൽക്കാലികളിൽ നിന്നും സാമ്പത്തിക നേട്ടമുണ്ടാകും. ഭൂമി തർക്കങ്ങൾ രമ്യമായി പരിഹരിക്കും. അശുഭ ചിന്തകളും ദുസംശയങ്ങളും ഒഴിവാക്കണം. ഉന്നത വ്യക്തികളുമായി സുഹൃത്ത് ബന്ധം കൂടുന്നതാണ്. കർമ്മരംഗത്ത് വൻ നേട്ടം കാണുന്നു. മേലുദ്യോഗസ്ഥൻ്റെ പ്രശംസയ്ക്ക് ഇടയാകും. കാലം അനുകൂലമാണെങ്കിലും കൂടുതൽ ശ്രദ്ധയോടെ ആവണം ഓരോ കാര്യങ്ങളും ചെയ്യേണ്ടത്. ശത്രുക്കൾ മിത്രങ്ങളാവും. എന്നാൽ ശത്രുഭയം അലട്ടിക്കൊണ്ടിരിക്കും. സാഹചര്യങ്ങൾക്കനുസൃതമായി ജീവിക്കാൻ ശ്രമിക്കും. ഈശ്വരാനുഗ്രഹം കൂടുതലായി കാണുന്നു. പുണ്യസ്ഥലങ്ങൾ സന്ദർശിച്ചും പുണ്യകർമ്മങ്ങൾ ചെയ്തും ശിവപ്രീതി നേടുകയും ചെയ്താൽ സർവ്വദോഷഫലങ്ങളും മാറിക്കിട്ടുന്നതാണ്.